കൊച്ചി മെട്രോ തൂണിൽ ഒരാഴ്ചയിലധികം കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്തി. പുലർച്ചെ 1:30 ഫയർഫോഴ്സ് സംഘവും അനിമൽ റെസ്ക്യൂ ടീമും ചേർന്നാണ് പൂച്ചയെ താഴെയിറക്കിയത്. തോപ്പുംപടിയിലെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് പൂച്ച. ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ, ഇങ്ങനെ നമ്മൾ ഉറ്റുനോക്കുകയായിരുന്നു പൂച്ചയെ രക്ഷപ്പെടുത്തുന്നൊക്കെ. അങ്ങനെ രാത്രി പൂച്ചയെ ഒടുവിൽ രക്ഷപ്പെടുത്തി. മെട്രോ സർവീസ് പൂർത്തിയാക്കിയ ശേഷം നിലവിലെ പൂച്ചയുടെ അവസ്ഥ എന്താണ്, എങ്ങനെയുണ്ട് പൂച്ചയുടെ ആരോഗ്യനില എന്നൊക്കെയാണ് പറയുന്നത്. തോപ്പുംപടിയിലല്ലേ? എൽദോ, ഈ പൂച്ചയെ എത്തിച്ചത് ഇവിടെ തോപ്പുംപടിയിൽ ആശുപത്രിയിലായിരുന്നെങ്കിൽ ഇവിടുന്ന് മറ്റു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട്, കാരണം ഇവിടെ ഡോക്ടറുടെ സർവീസ് രാത്രിയിൽ ഉണ്ടായിരുന്നില്ല. രാത്രി 1:30 മണി വരെ ഏതാണ്ട് പൂച്ചയുടെ റെസ്ക്യൂ തുടരേണ്ടുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇവിടെ തോപ്പുംപടിയിൽ ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയോളം പൂച്ച മെട്രോ പില്ലറിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ 11:30 കൂടിയാണ് രക്ഷാദൌത്യം തുടങ്ങിയത്. അത് ആനിമൽ റെസ്ക്യൂ ടീമും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംഘം ചേർന്നിട്ടാണ് റെസ്ക്യൂ നടത്തിയിരുന്നത്. ഒരു സാഹചര്യത്തിൽ ഈ ഗർഡറുകൾക്കിടയിലുള്ള ചെറിയ വിടവുകളിലേക്ക് പൂച്ച കയറിപ്പോയതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത്. ഇപ്പോൾ ശരിക്കും പൂച്ചയുടെ ഒരു ബേസിക് നേച്ചർ അനുസരിച്ചിട്ട് അത് ഇത്തരം ബഹളങ്ങൾ കണ്ട് ഭയപ്പെടുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആൾക്കൂട്ടത്തിലേക്കോ അല്ലെങ്കിൽ അത് വിസിബിൾ ആകാത്ത ഒരു സ്ഥലത്തേക്കോ ഒളിക്കുന്ന ഒരു രീതിയും അതിനുണ്ട്. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ അതിനെ രക്ഷിക്കുക ദുഷ്കരമാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് രക്ഷാദൌത്യം നടത്തുക ദുഷ്കരമാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം പിന്നീട് അത് മാറ്റിവെക്കുകയും, പക്ഷെ അതേസമയം ഈ ആനിമൽ ലവേഴ്സ് വന്ന് ബഹളമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പൂച്ച ഒരാഴ്ചയെ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിന്റെ ആരോഗ്യനില അവശനിലയിലാണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ പൂച്ചയെ രക്ഷിക്കുന്ന ദൌത്യം എത്രയും വേഗം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മൃഗസ്നേഹികളുടെ സംഘടന അവിടെ എത്തിയതും അവർ പ്രതിഷേധമുണ്ടാക്കുകയും ചെയ്തത്. തുടർന്ന് വീണ്ടും രക്ഷാദൌത്യം തുടങ്ങുകയുണ്ടായി. ഒരു 3 മണിയോടുകൂടി വീണ്ടും രക്ഷാദൌത്യം പുനരാരംഭിക്കുകയുണ്ടായി. അതിനുശേഷം അതായത് അതിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി എത്തിയ ലിഫ്റ്റ് കംപ്ലൈന്റ് ആയത്, അത് ഹൈഡ്രോളിക് ലിഫ്റ്റാണ്, അതിന് കംപ്ലൈന്റ് ആയ ഒരു സാഹചര്യത്തിൽ വീണ്ടും അത് കുറച്ചു നേരത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് മെട്രോ സർവീസ് ഉൾപ്പെടെ അതിന്റെ വൈദ്യുത ലൈൻ വിശേഷ ഉൾപ്പെടെ ചെയ്ത ശേഷം, അതായത് അവിടുത്തെ ട്രാഫിക് ഗതാഗത നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി വന്നു. വലിയ ഗതാഗത നിയന്ത്രണമായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്. വലിയ തരത്തിൽ നഗരത്തെ മുഴുവൻ സ്തംഭാവസ്ഥയിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും സ്റ്റേഡിയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തൂണിലാണ് ഈ പൂച്ച ഇരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് വന്ന വാഹനങ്ങളെല്ലാം തടയേണ്ടി വന്നു. അതുപോലെ ഈ മെട്രോ സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് തുടരുന്നത് ദുഷ്കരമാണ്. അത് പ്രത്യേകിച്ചും പൂച്ച ഈ ഗർഡറിന് ഉള്ളിലെ ഹോളിലേക്ക് കയറിപ്പോയത് കൊണ്ട് തന്നെ പൂച്ചയെ തിരിച്ചു കൊണ്ടുവരുന്നത് ദുഷ്കരമാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് പിന്നീട് മെട്രോ സർവീസ് കഴിഞ്ഞ ശേഷം അതിന്റെ രക്ഷാദൌത്യത്തിലേക്ക് തുടരാം എന്ന് തീരുമാനിച്ചത്. എങ്ങനെയാണ് എന്തായാലും ആ ഒരു സമയത്ത് പൂച്ചയ്ക്ക് വേണ്ട ഭക്ഷണമൊക്കെ അവിടെ കരുതിയിരുന്നു. എന്തായാലും പൂച്ച അവശനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ്. അതായത് പൂച്ച ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും ഇന്നലെ വലിയ ഓപ്പറേഷൻ സുഭാഷ് എന്ന് ആണ് ഇതിനെ ആളുകൾ വിളിക്കുന്നത്. പ്രത്യേകിച്ചും പൂച്ചയെ ഈ അവിടുത്തെ ഓട്ടോറിക്ഷക്കാരും ഒക്കെ ആയിരുന്നു ഫീഡ് ചെയ്തിരുന്നത്. അവര് ഒരു കാര്യം ചോദിച്ചിട്ട്, എങ്ങനെ ഈ പൂച്ച അതിന് മുകളിലെത്തിയത്, ഇങ്ങനെ കുടുങ്ങാൻ പാത്രം ആ തൂണിന്റെ മുകളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എൽദോ, അത് ശരിക്കും മെട്രോ സ്റ്റേഷനിലായിരുന്നു പൂച്ച എത്തിയിരുന്നത്. മെട്രോ സ്റ്റേഷനിലെത്താൻ വലിയ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മെട്രോ സ്റ്റേഷനിൽ എത്തിയ ശേഷം മെട്രോ സ്റ്റേഷനിൽ നിന്നും ഉണ്ടായ വഴിയിലൂടെയാണ് അത്, ആ വഴി കൂടിയാണ് അത് പില്ലറിൽ എത്തിയ ശേഷം അത് കുടുങ്ങി പോവുകയായിരുന്നു എന്നുള്ളതാണ് ശരിക്കും. അത് തിരിച്ച് അതിന് കയറാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒന്ന് ശരിക്കും നമുക്കറിയാൻ പറ്റും, പില്ലറിന്റെ താഴ്വശം ഉണ്ടായിരുന്നത് റോഡൊക്കെയാണ്, ആളുകളുടെ ബഹളമുണ്ട്. പൂച്ച അത്തരമൊരു സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് എടുത്ത് ചാടി വരുന്ന ഒരു, അങ്ങനെ എടുത്ത് ചാടാൻ പറ്റുന്ന, അത് വീടുകളിലത്തെ പോലത്തെ ഒരു അന്തരീക്ഷമല്ലല്ലോ റോഡിലുള്ളത്. അത് ശേഷം അവിടെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അതങ്ങനെ കുടുങ്ങി പോവുകയായിരുന്നു. ആദ്യം തന്നെ ആളുകൾ അതിനെ ഫീഡ് ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് പൂച്ച ആരോഗ്യനില അവശനിലയിലായ ശേഷമാണ്, അത്തരം വിഷ്വൽസ് ഒക്കെ വന്ന ശേഷമാണ് മൃഗസ്നേഹികളൊക്കെ വിഷയത്തിൽ ഇടപെടുന്നതും അടിയന്തരമായി പൂച്ചയെ റെസ്ക്യൂ ചെയ്യാനുള്ള സാഹചര്യം വേണം എന്ന് പ്രതിഷേധത്തിൽ തുടർന്നാണ് ഇന്നലെ വീണ്ടും ഒരു 3 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞതുപോലെ അത്തരം ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗതാഗത പ്രശ്നങ്ങൾ, അതുപോലെ മെട്രോ സർവീസുകൾ നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യങ്ങൾ, ഇത്തരം വലിയ ഒരു സാഹചര്യത്തിലേക്ക് പോയതുകൊണ്ട് തന്നെയാണ് അതൊക്കെ നിർത്തിവെക്കുന്നത്
വെക്കേണ്ടി വന്നത്. അതിനുശേഷം ശരി വീണ്ടും ശരി എന്നാണല്ലോ രാത്രി പൂച്ചയുടെ 11 ആരോഗ്യനില അത് മോശമല്ലാത്ത സാഹചര്യത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉടൻ തന്നെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഞാൻ മറ്റൊരു വാർത്തയിലേക്ക് പോയല്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.